നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡ് നിങ്ങൾ ലോക്ക് ചെയ്തിടാറുണ്ടോ? ഇത് ലോക്ക് ചെയ്താൽ എന്താണ് ഗുണങ്ങൾ, എന്താണ് ദോഷങ്ങൾ എന്നൊന്ന് പഠിച്ചു വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. എന്താണെന്നല്ലേ, നമുക്ക് ആദ്യം സിം കാർഡ് എങ്ങനെ ലോക്ക് ചെയ്തിടാം, അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഒന്ന് പഠിക്കാം. അതായത് സിം കാർഡ് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സിം കാർഡ് മറ്റാർക്കും മിസ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, നമ്മുടെ സിം കാർഡ് എങ്ങനെയാണ് മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുന്നത് എന്ന്. നമ്മുടെ മൊബൈൽ മോഷണം പോയി കഴിഞ്ഞാൽ ആ മൊബൈൽ ലഭിക്കുന്ന ആളുകൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കില്ലെങ്കിലും സിം കാർഡ് മറ്റൊരു മൊബൈലിൽ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ സിം കാർഡ് ലോക്ക്ഡ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പേരിലുള്ള നമ്മുടെ നമ്പർ വെച്ചിട്ട് അവർക്ക് പല ഫ്രോഡ് കോളുകളും ചെയ്യാൻ സാധിക്കും. പിന്നെ കുറച്ച് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ആ ഒരു സിം കാർഡ് വെച്ചിട്ട് പല കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ നമുക്കുള്ള ദോഷങ്ങളാണ്. അപ്പോൾ നമ്മൾ സിം കാർഡ് നമ്മൾ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് ചെയ്യാനേ സാധിക്കില്ല. അപ്പോൾ സിം കാർഡ് ലോക്ക് ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ദോഷങ്ങൾ എന്താണെന്ന് പഠിക്കാം. അതായത് സിം കാർഡ് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് 4 ഡിജിറ്റ് നമ്പറിലാണ് നമ്മൾ ലോക്ക് ചെയ്തിടുക. ഈ ഒരു നമ്പർ നിങ്ങൾ മറന്നു പോയിട്ട് തെറ്റായ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ, ഒരു പരിധിയുണ്ട്, ആ ഒരു പരിധി വിട്ട് നിങ്ങൾ തെറ്റായ നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ സിം കാർഡ് ടെമ്പററി ബ്ലോക്ക് ആകും, പിന്നെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇനി ഉപയോഗിക്കണമെങ്കിൽ PUK കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. PUK എന്നാൽ പേഴ്സണൽ അൺബ്ലോക്കിംഗ് കീ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അത് എൻ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ഒരു PUK നമ്പർ ലഭിക്കണമല്ലോ. നമുക്കിപ്പോൾ സിം കാർഡ് വാങ്ങുമ്പോൾ ആ ഒരു കാർഡ്, വലിയൊരു കാർഡ് നമുക്ക് ലഭിക്കൂലേ, ആ കാർഡിൽ തന്നെ ഒരു സ്ക്രാച്ച് ഭാഗം ഉണ്ടാകും, അവിടെ PUK കോഡ് ഉണ്ടാകും. എന്നാൽ ഈ കാർഡൊക്കെ സൂക്ഷിക്കുന്ന ആരാണുള്ളത് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ ആ കാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ PUK കോഡ് എടുക്കുന്ന ഒരു ട്രിക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് നമ്മുടെ സിം കാർഡിൻ്റെ PUK കോഡ് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് സിം കാർഡ് എങ്ങനെ ലോക്ക് ചെയ്യാമെന്നും ഇനി ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ എങ്ങനെ PUK കോഡ് നമുക്ക് കളക്ട് ചെയ്യാമെന്നും എന്നൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് സിം കാർഡ് ലോക്ക് അല്ലെങ്കിൽ സിം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സിം കാർഡ് ലോക്ക് എന്ന ഓപ്ഷൻ വരും. ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷനിലാണ് അത് ഉണ്ടാകുക. അങ്ങനെ ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 2 സിം കാർഡ് ഇവിടെ കാണിക്കും. ഏത് സിമ്മാണ് നിങ്ങൾക്ക് ലോക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓഫിലായിരിക്കും, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നതെങ്കിൽ 0000 അല്ലെങ്കിൽ 1234 ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്കിത് ലോക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ 1234 എന്ന ഈ ഒരു നമ്പറാണ് ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ടിക്ക് മാർക്ക് കൊടുത്ത ഉടനെ തന്നെ ഇത് ഓപ്പണായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു നമ്പർ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് സിം പിൻ എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ കൊടുത്ത പിൻ നമ്പർ ആദ്യം എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഓർമ്മ കാണുന്ന, ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണുന്ന 4 അക്ക പിൻ നമ്പർ തന്നെ എൻ്റർ ചെയ്തിട്ട് ലോക്ക് ചെയ്യാം. പിന്നെ ലോക്ക് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിലും നമ്മൾ കൊടുത്ത പിൻ നമ്പർ തന്നെ എൻ്റർ ചെയ്താലേ ലോക്ക് ഓഫ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ തെറ്റായ പിൻ നമ്പർ എൻ്റർ ചെയ്തു, മൊത്തത്തിൽ ലോക്കായി PUK കോഡ് ചോദിക്കുന്നെങ്കിൽ അതെങ്ങനെ നമുക്ക് ലഭിക്കും? നിങ്ങൾ എയർടെലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എയർടെലിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. അതിനായിട്ട് എയർടെലിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് താഴെ കാണുന്ന ഹെൽപ്പ് എന്ന ഭാഗം, വലതുവശത്ത് ഈ കാണുന്ന ഹെൽപ്പ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഫേസിംഗ് ഇഷ്യൂ വിത്ത് സിം കാർഡ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് PUK എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് ഇവിടെ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. യെസ് പ്രൊസീഡ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മുകളിൽ കാണുന്ന എക്സിസ്റ്റിംഗ് സിം എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് വീണ്ടും ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ PUK കോഡ് എന്ന ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ തിരഞ്ഞെടുക്കുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ PUK കോഡ് ഇവർ അയച്ചു തരും. ഓക്കെ, കണ്ടോ, ഇതാണ് നമ്മുടെ PUK കോഡ്. ഇത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ എയർടെലിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് PUK കോഡ് ലഭിക്കും. ഇനി നിങ്ങൾ ജിയോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൈ ജിയോ ആപ്പിൻ്റെ അകത്തു നിന്നും നമുക്ക് ഈ ഒരു PUK കോഡ് ലഭിക്കും. മൈ ജിയോ ആപ്പ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ പ്രൊഫൈൽ നെയിമിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജിയോ കെയർ ഹെൽപ്പ് സപ്പോർട്ട് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. മുകളിൽ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ചാറ്റ് വിത്ത് അസ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ താഴെ കാണുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് PUK എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ നമ്പർ തന്നെ അവർ നമുക്ക് സെൻഡ് ചെയ്തിട്ട് ഇത് നിങ്ങളുടെ തന്നെയാണോ എന്ന് ചോദിക്കും. യെസ് കൊടുക്കുക.
എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ PUK കോഡ് ഇവിടെ നമുക്ക് അയച്ചു തരും. കണ്ടോ, ഇതാണ് നമ്മുടെ PUK കോഡ്. ഇത് നമ്മൾ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു മൊബൈലിൽ നിന്നും മറ്റൊരു നമ്പറിൽ നിന്നും നമുക്ക് ട്രൈ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ജിയോ ആണെങ്കിൽ നിങ്ങൾ 198 എന്ന നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ 1800889999 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ജിയോയുടെ കസ്റ്റമർ കെയറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താവുന്നതാണ്. ഇനി നിങ്ങൾ എയർടെൽ ആണ് ഉപയോഗിക്കുന്നെങ്കിൽ 121ലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ 9849012345 എന്ന നമ്പറിൽ വിളിച്ചിട്ട് കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടാം. ഇനി VI ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 199 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ 9820098200 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താം. ഇനി BSNL ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1503 എന്ന നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരു നമ്പറിൽ നിന്നും 1800180150 എന്ന നമ്പറിലാണ് നിങ്ങൾ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടേണ്ടത്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു PUK നമ്പർ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ഓക്കെ, ഇനി ഈ PUK കോഡ് എൻ്റർ ചെയ്യുന്ന സമയത്തും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം 10 പ്രാവശ്യമാണ് നമുക്ക് അവസരം തരിക. ഈ 10 പ്രാവശ്യം നിങ്ങൾ തെറ്റായ PUK കോഡാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സിം കാർഡ് പെർമനൻ്റ് ആയിട്ട് ബ്ലോക്ക് ആകും. പിന്നെ നിങ്ങളുടെ സിം ഉപയോഗിക്കാനേ സാധിക്കില്ല. ഇനി ഉപയോഗിക്കണമെങ്കിൽ അതേ സിം കാർഡ് അതേ നമ്പറിൽ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ സിം കാർഡിൻ്റെ ഓഫീസിൽ പോകേണ്ടി വരും. നിങ്ങളുടെ ഡോക്യുമെൻ്റ് എന്ത് പ്രൂഫ് വെച്ചിട്ടാണ് നിങ്ങൾ സിം കാർഡ് എടുത്തിട്ടുള്ളത് ആ പ്രൂഫൊക്കെ നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.